നിങ്ങളൊരു 500 വർഷം ജീവിച്ചതിന് ശേഷം ഇനി മരിക്കണോ വേണ്ടോ എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സ്കൂൾ കോളേജ് സിസ്റ്റങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതിന് ഒരുപടി മുകളിലായിട്ട് ഏലിയനുകളെ നമ്മൾ മനുഷ്യർ തന്നെ നിർമ്മിച്ചെടുക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏറെക്കുറെ 3025 നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള കാര്യം തന്നെ ഒന്ന് എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ തന്നെയും ഈ ഒരു മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെത്ത് ഓഫ് ഡെത്ത് എന്ന പേരിൽ വ്യത്യസ്ത ചർച്ചകൾ തന്നെ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 2040 ആകുമ്പോഴേക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും നമ്മുടെ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് 3025 മനുഷ്യരുടെ ഒക്കെ തന്നെ ഒരു ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 500 വയസ്സായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് മരിക്കണോ വേണ്ടയോ എന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യർക്ക് തീരുമാനമെടുക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് 1, 2, 3 രീതികളിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ എന്താണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ കോൺഷ്യസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഇത് പൂർണ്ണമായിട്ടും എടുത്തിട്ട് നമുക്ക് മറ്റെവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ ഒന്നുകിൽ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈക്ക് ബോഡിയിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെയും അങ്ങോട്ട് നാശമില്ലാതെ മരണമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇത് നേരെ ഏതെങ്കിലും ഒരു റോബോട്ടിലേക്കൊക്കെ തന്നെയും നമുക്ക് പ്രവേശിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതൊന്നുമല്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രായമാകുന്നതിനെ പൂർണ്ണമായിട്ടും തടഞ്ഞു വെക്കുക എന്നൊരു കാര്യമാണ്. ഇപ്പോൾ സെൽ ലെവൽ എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ജനറ്റിക്കൽ എഞ്ചിനീയറിങ്ങിലൂടെയൊക്കെ തന്നെയും കടന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പോസിബിൾ ആണ് എന്ന രീതിയിലുള്ള പഠനങ്ങൾ വലിയ തോതിൽ ഇന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ 3025 ഡെത്ത് വെറും ഒരു ഓപ്ഷനായിട്ട് തീർച്ചയായിട്ടും മാറി വരുന്നതായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ 3025 നടക്കാൻ സാധ്യതയുള്ള വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് താഴെയുള്ള റിലേറ്റഡ് വീഡിയോ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഇതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളവിടെ ആ ഒരു വലിയ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 3025 ഇൻ്റർനെറ്റും യൂട്യൂബും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാകും. 3025 ആളുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ആ ഒരു കാര്യം കുറിച്ച് വെക്കാം. എങ്ങാനും ചിലപ്പോൾ 3025 നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനന്തരാവകാശികളോ പിൻഗാമികളോ ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കെങ്കിലും കാണാമല്ലോ. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കയറി വെക്കും.